السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عمار بن ياسر رضي الله عنه قال: كان النبي صلى الله عليه وسلم يدعو به وأسألك قرة عين لا ينقطع. رواه النسائي. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാനും നിങ്ങളുമൊക്കെ അവനവൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്നും കുടുംബജീവിതത്തിൽ നിന്നും അനുഭവിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട വൈകാരികമായ ഒരു അനുഭവവും ആസ്വാദ്യതയുമാണ് കൺകുളിർമ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ സൂറത്ത് അൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്തിലൂടെ വിശ്വാസികളുടെ ദുആകളുടെ പെട്ടത് സവിശേഷമായ അള്ളാഹുവിൻ്റെ, അതായത് കേവലം അല്ലാഹ് എന്നല്ല ഇവിടെ പറഞ്ഞത്, പരമകാരുണികനായ അർ-റഹ്മാൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അടിമകളുടെ, ദാസന്മാരുടെ, ദാസിമാരുടെ സ്വഭാവ സവിശേഷതയായി പറയുന്ന കുറേ കാര്യങ്ങളിൽ നിന്ന് അവസാനമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം: വല്ലദീന യഖൂലൂന. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരും ഇഷ്ടദാസിമാരും കുടുംബ നായകന്മാരും കുടുംബനാഥന്മാരും ഒക്കെയായ ആളുകൾ പറയും, എന്താ പറയുക? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇത് സാമാന്യ ബോധമുള്ള ഓരോ മുസ്ലിമും അയാളുടെ ദുആയിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഖുർറത അയ്യുൻ അതൊക്കെ ഇണകളിൽ നിന്ന് ഒരു പരിധി വരെ ലഭിക്കുന്നു, മക്കളിൽ നിന്ന് ഒരു പ്രായം വരെ ലഭിക്കുന്നു. പിന്നീട് അതൊക്കെ മുറിഞ്ഞു പോകും. കൺകുളിർമക്ക് പകരം പിന്നീട് കണ്ണീരുകളായി മാറും. ചിലപ്പോഴൊക്കെ അത് ചോരച്ചാലുകളും നീർച്ചാലുകളുമായി മാറും. സങ്കടത്തിൻ്റെ കയത്തിൽ മുങ്ങിമറിയുന്ന അവസ്ഥയിലേക്കായിത്തീരും. കുളിർമ ഇല്ലാതെയായിത്തീരും. പലരും പലതിൻ്റെയും കാരണത്തിൻ്റെ പേരിലായിരിക്കും എന്ന് മാത്രം. എന്നാൽ ഇത് ഒരു വിശ്വാസിക്ക് അനുഗുണം അല്ല, അതുണ്ടാകരുത്. അയാളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ദുരന്തപൂർണമായ അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭീഷണിപ്പെടുത്തുന്ന മക്കളുണ്ടായിരുന്നില്ല, വിരൽ ചൂണ്ടിൽ നിർത്തുന്ന മക്കളുണ്ടായിരുന്നില്ല, വളർത്തി വലുതാക്കിയ ഒന്നുപോലും അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരുന്നില്ല. എന്നിട്ടും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ റുകൂഇലും സുജൂദിലും ഒക്കെ ഉൾപ്പെടുത്തിയ ദുആയിലെ ഒരു ശകലം വഅസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ട്, ഖുർറത അയ്യുനിൻ, കൺകുളിർമ എനിക്ക് കിട്ടാൻ വേണ്ടി, ഖുർറത അയ്യുനിന് വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുന്നു. ലാ യൻഖതി, അതെന്ത് ചെയ്യാൻ പാടില്ല? കുറച്ചു കാലം, ഒരു പ്രായവും പക്വതയ്ക്ക് എത്തിക്കഴിയുന്നത് വരെ കൺകുളിർമ ഉണ്ടായി പിന്നെ കിട്ടാതെ ആവുന്ന അവസ്ഥ ഉണ്ടാകരുത്. അനുസ്യൂതം, മുറിഞ്ഞു പോകാത്ത രൂപത്തിൽ അല്ലാഹുവേ എനിക്ക് കൺകുളിർമ ലഭിക്കണമേ. അതിന് നിമിത്തമായി തീരണുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടോ അതൊക്കെ എനിക്ക് കിട്ടണം. അതിന് വിഘാതവും തടസ്സവുമാകുന്ന ഏതെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ നീ എന്നെ കാത്തുരക്ഷിക്കുകയും വേണം എന്നാണ് ആ ചെറിയ ദുആയുടെ സാരാംശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ കൺകുളിർമ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരായി തീരാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് പ്രയാസവും പ്രതിബന്ധവുമാകുന്ന എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മിൽ വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഒക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് അവ മറച്ചു വെച്ച് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവരവന്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നമുക്ക് നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സഹിക്കാൻ വയ്യാത്ത, ക്ഷമിക്കാൻ വയ്യാത്ത, മരുന്നില്ലാത്ത മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമുക്ക് രക്ഷയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി
ജീവിക്കുവാനും ജീവിതത്തിന്റെ അവസാനം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോട് പറഞ്ഞ് കണ്ണടയ്ക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.